ത്രിയേക ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അത് ഇപ്രകാരമാണ്. യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, യേശു ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ പലരും പല ആൻസർ പറയുന്നുണ്ട്. യോനാൻ സ്നാപകനാണെന്ന് പറയുന്നുണ്ട്, അതേപോലെ ഏലിയാവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ ആരാണെന്ന്, യേശു ആരാണെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ ശീമോൻ പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന്. അപ്പോൾ കർത്താവ് പറയാണ്, അത് ജഡരക്തങ്ങളല്ല പറയുന്ന, സ്വർഗം തുറന്ന് പിതാവ് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ യേശു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അപ്പോൾ അത് ശീമോൻ പറയുകയും കർത്താവ് ഒരു 3-4 അനുഗ്രഹങ്ങൾ പിന്നീട് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അത് പറയുക ഉടനെ തന്നെയുള്ള വചനങ്ങളാണതെല്ലാം. അപ്പം അതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത്, ശീമോനെ നീ ഭാഗ്യവാൻ, ഒരു വലിയ അനുഗ്രഹം കൊടുക്കുകയാണ്, ഭാഗ്യവാനായിട്ടുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. രണ്ടാമത് ശീമോൻ്റെ പേര്, പുതിയൊരു പേര് കൊടുക്കുകയാണ്. എന്താണ്? പത്രോസ്. ശീമോനെ നീ പത്രോസ് ആകുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ. എന്നിട്ട് ആ അടുത്ത അനുഗ്രഹം, ആ പാറമേൽ എൻ്റെ സഭയെ പണിയും. ആ സഭയെ ഒരു സാത്താനും ആക്രമിക്കപ്പെടുകയോ അല്ലെ അവർക്ക് വിജയം വരിക്കാനോ സാധിക്കില്ല. അത്ര ശക്തമായിട്ട് പരിശുദ്ധാത്മാവിനാലുള്ളൊരു സഭയെ പണിയുവാനുള്ള ഒരു അനുഗ്രഹമാണ് പത്രോസിന് കൊടുക്കുന്നത്. ആ പാറമേൽ എൻ്റെ സഭയെ പണി. നാലാമത് സ്വർഗത്തിൻ്റെ ഒരു അധികാരം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കെട്ടാനും അഴിക്കുവാനുമുള്ള അധികാരം, എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അനുഗ്രഹം. കണ്ടോ? അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിൽ പറയുകയാണ് ശീമോൻ, ക്രിസ്തു എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വലിയൊരു പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനമാണത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണ് എന്നുള്ളൊരു വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. യേശു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ യേശുവിൽ കൂടെ മാത്രമാണ് നമുക്ക് രക്ഷ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ആ വിശ്വാസത്തെ നമ്മൾ മുറുക്കെ പിടിക്കുകയാണ്, അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ കൂടെ. അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ പ്രയാസങ്ങളിലും അല്ലാതെയും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും എല്ലാം വിശ്വാസ പ്രമാണം നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് ചൊരിഞ്ഞു തരിക. അത് പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് തരും എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ആമേൻ.